കാരുണ്യ ഫിനാൻസ് മീഡിയ. ഇന്ന് നമ്മൾ അപേക്ഷ റിജക്ട് ആയാൽ ചെയ്യേണ്ട പൂർണ്ണ നടപടികൾ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു അപേക്ഷ റിജക്ട് ആയാൽ പിന്നെ എന്തൊക്കെ ചെയ്യണമെന്നതാണ്. പലർക്കും റിജക്ട് എന്ന വാക്ക് കണ്ടാൽ തന്നെ വിഷമവും ഭയവും വരും. പക്ഷേ റിജക്ട് എന്നത് അവസാനമല്ല എന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആദ്യം ചെയ്യേണ്ടത് റിജക്ഷന്റെ കാരണം ശ്രദ്ധിച്ചു വായിക്കുകയാണ്. പലപ്പോഴും ചെറിയ രേഖാ പിഴവുകൾ അല്ലെങ്കിൽ വിവരക്കുറവുകളാണ് കാരണം. അത് തിരുത്തി വീണ്ടും അപേക്ഷ നൽകാനുള്ള അവസരം പല സേവനങ്ങളിലുമുണ്ട്. ചില അപേക്ഷകൾക്ക് അപ്പീൽ നൽകാനുള്ള നിയമാവകാശവും ഉണ്ടാകും. ഓഫീസിൽ നേരിട്ട് ചോദിച്ചാൽ ശരിയായ മാർഗനിർദ്ദേശം ലഭിക്കും. അറിവോടെയും ധൈര്യത്തോടെയും സമീപിച്ചാൽ റിജക്ഷൻ പരിഹരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.